തലസ്ഥാനത്ത് വീണ്ടും ഗുണ്ട ആക്രമണം. മകനെയും അച്ഛനെയും നടുറോഡിൽ തല്ലിച്ചതച്ചു. +2 വിദ്യാർത്ഥിയെ നിലത്തിട്ട് ഗുണ്ടാ സംഘം ചവിട്ടി. BSNL ഉദ്യോഗസ്ഥൻ രാജേഷിനും മകൻ അഭിനവിനും ആണ് മർദ്ദനം ഏറ്റത്. തകരപ്പറമ്പ് കുട്ടൻ എന്ന ഗുണ്ടയുടെ നേതൃത്വത്തിൽ ആയിരുന്നു ആക്രമണം. കുട്ടന്റെ വാഹനം മാറ്റാൻ ഹോൺ മുഴക്കിയതിനാണ് മർദ്ദിച്ചത്. VV അരുൺ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അരുൺ, ഏറെക്കാലമായി ഈ തിരുവനന്തപുരത്ത് നിന്ന് ഈ ഗുണ്ടകളുടെ ഒരു നിരന്തരമായ ഇടമായി തിരുവനന്തപുരം മാറുന്നതിൻ്റെ വാർത്തകൾക്കൊരു ഇടവേളയുണ്ടായിരുന്നു. അതിപ്പോൾ വീണ്ടും തിരിച്ചു വരുന്ന സാഹചര്യമാണ്. വീണ്ടും ഗുണ്ടാ ആക്രമണം എന്ന നിലയിലേക്ക്, അതായത് ഒരു ഹോൺ മുഴക്കിയതിൻ്റെ പേരിലാണ് ഈ ആക്രമണം ഉണ്ടായത് എന്നതാണല്ലോ ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ അരുൺ? അഭിലാഷ, തിരുവനന്തപുരത്ത് ഗുണ്ടാക്രമണവും ഗുണ്ടാക്കുടിപ്പകയൊന്നും പുതിയ സംഭവമല്ല. പക്ഷേ ഇത് വളരെ സാധാരണക്കാരായ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിൻ്റെ +2 പാസ്സായ മകൻ, അവർക്കാണ് ഇത്തരത്തിലൊരു കൊടും ക്രിമിനലിൻ്റെ വളരെ ക്രൂരമായ മർദ്ദനമേറ്റ്. ഞാനിപ്പോൾ ആ വീട്ടിലുണ്ട്. ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിന് മുൻവശത്താണ് ഇവരുടെ വീട്. ഇന്നലെ രാത്രി ഏതാണ്ട് 8:30 മണിയോടുകൂടി ആയിരുന്നു ഈ സംഭവം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് രാജേഷ്, ഇദ്ദേഹം BSN ഉദ്യോഗസ്ഥനാണ്. തൊട്ടടുത്ത് മകനുമുണ്ട് അഭിനവ് +2 കഴിഞ്ഞ വിദ്യാർത്ഥിയാണ്. തുടർ പഠനത്തിനായി കാത്തു നിൽക്കുന്നു. ഈ ഒരു രണ്ടുപേരെയാണ് അതിക്രൂരമായി മർദ്ദിച്ചത്. അവർക്ക് കുട്ടിയുടെ കയ്യിൽ നമുക്ക് കൈ സ്ലിംഗിട്ടൊക്കെ നമുക്ക് കാണാം. കഴുത്ത് വേദനയുണ്ടെന്നൊക്കെ ഇപ്പോഴും പറയുന്നു. ഇദ്ദേഹവും കൈക്കൊക്കെ പരിക്കേറ്റ് ചികിത്സയിലാണ്. ഇതുവരെ പോലീസിൻ്റെ ഒരു അന്വേഷണം ഇവിടെ ഉണ്ടായിട്ടില്ല. അതും കൂടി ഇതിനൊപ്പം പറഞ്ഞു പോകാം. ഇപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് രാജേഷ് തന്നെ നമ്മോട് പറയും. എന്താ ശരിക്കും ഉണ്ടായത്? ഇന്നലെ ഒരു 8:30 മണിയോടുകൂടി ഞാൻ മോനെ ട്യൂഷന് കഴിഞ്ഞ് വിളിച്ചുകൊണ്ട് വരികയായിരുന്നു. അപ്പോൾ ഈ അരിക്കടമുക്കിനും ശ്രീകണ്ഠേശ്വരത്തോട്ടുള്ള ഇടവഴിയിൽ വണ്ടി കയറിയപ്പോൾ 2 കാറുകൾ ബ്ലോക്ക് ചെയ്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഹോണടിച്ചിട്ടൊന്ന് മാറി തരാൻ പറഞ്ഞിട്ട് അവർ മൈൻഡ് ചെയ്യാതൊന്നും, അല്ല, നമ്മൾ ബൈക്കിലായിരുന്നു. പിന്നെ ഹോണടിച്ചിട്ടൊന്ന് മാറ്റി തരുമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അയാൾ ഓടിക്കൊണ്ട് വന്നിട്ട്, എന്താടാ എൻ്റെ ഫ്രണ്ടുമായിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞാലാടാന്ന് പറഞ്ഞിട്ട് എന്നെ മൃഗമായിട്ട് ഇടിച്ച്, അതായത് എൻ്റെ ബാക്കിൽ ഇടിച്ച് എന്നെ ഭയങ്കരമായിട്ട് ഇടിച്ചപ്പോൾ എൻ്റെ തല കറങ്ങി ഞാൻ വീണു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഗുണ്ടകളുടെ ഒരു രീതിയിലുള്ള അടിയാണെന്ന് ഞാൻ ഭയപ്പെട്ട്. അപ്പം ഞാൻ മോനെ ഓടാൻ പറയാൻ പോലും പറ്റിയില്ല. ഞാൻ തല കറങ്ങി ഓടി. അപ്പോൾ അടുത്ത് മോനില്ലായിരുന്നു. ഞാൻ ഓടി അടുത്തുള്ള ഹോട്ടലിൽ നിന്ന് ജീവനക്കാരെ വിളിച്ചുകൊണ്ട് വന്നപ്പോഴാണ് മോനെ അവരെടുത്തിട്ട് ചവിട്ടി തറയിട്ട് അവൻ്റെ നെറ്റിയിലൊക്കെ എടുത്തിട്ട് ചവിട്ടുന്നത് കണ്ടത്. അപ്പോൾ ആൾക്കാർ ഓടി വരുന്നത് കണ്ട് ഇവർ ഇടിച്ച് അയാൾ ഓടുകയും മറ്റേ ഈ തകരപ്പറമ്പ് കൂട്ടെന്ന് പറഞ്ഞാൽ ആ ഗുണ്ട അവിടെ നിന്ന് ഷോ കാണിച്ച് അതുവഴി ശ്രീകണ്ഠേശ്വരം കോവിൽ വഴി നടന്നു പോകുമായിരുന്നു. അപ്പോൾ പോലീസും നമ്മളും എല്ലാവരും പിന്നാലെ ഉണ്ടായിരുന്നു. പോലീസിൻ്റെ സാന്നിധ്യത്തിലാണ് ഈ ഗുണ്ട രക്ഷപ്പെട്ടത്. അയാളെ പിറകെ പോയിട്ട് പോലും പോലീസിനോ ആർക്കോ അയാളെ പിടിക്കാൻ കഴിഞ്ഞില്ല. ഇത്ര നാട്ടുകാരും പോലീസുകാരും ഈ ശ്രീകണ്ഠേശ്വരം വളഞ്ഞു പോയിട്ട് പോലും അവനെ പിടിക്കാൻ കഴിഞ്ഞില്ല. മഞ്ചൂർ പോലീസാണോ ഇതല്ലോ? മഞ്ചൂർ പോലീസാണ്. ഇപ്പം എന്നോട് പറഞ്ഞ മഞ്ചൂർ പോലീസ് എന്നാണ്. എന്നിട്ട് അവരുടെ ഒരു പോലീസാണ് ഫ്രണ്ടിൽ വന്നത്, 1-2 പോലീസ്. പക്ഷേ അവൻ നടന്ന് സുഖമായിട്ട് ഓടി അവനെ രക്ഷപ്പെടാനുള്ള എല്ലാ ഇതും ഉണ്ടായിരുന്നു. അവൻ ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. ഇന്നിപ്പോൾ സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് ചോദിക്കുന്നത് കേസുണ്ടോ എന്നാണ്. ഇത്രയും മൃഗീയമായി ഈ ശ്രീകണ്ഠേശ്വരം കൈതമുക്ക് ഭാഗങ്ങളിലെല്ലാം പ്രശ്നം ഉണ്ടാക്കിയിട്ട്. അതിലേക്ക് ഞാൻ വരാം. ഞാൻ ഇവിടെ എത്തുമ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ, കുട്ടിയുടെ അമ്മ ഇവിടെ നിന്ന് കരയുകയായിരുന്നു. കാര്യം ചോദിക്കുമ്പോഴാണ് പോലീസ് SI മഞ്ചൂർ SI അവരെ വിളിച്ച് ചോദിച്ചു ഇതിൽ പരാതി ഉണ്ടോ എന്ന്. തീർത്തും മനുഷ്യത്വരഹിതമായ ഒരു ഇടപെടൽ ആ അമ്മയ്ക്ക് സഹിക്കാൻ അവർ അക്ഷരാർത്ഥത്തിൽ അവർ കരയുകയായിരുന്നു. ഇത്രയധികം ക്രൂരമായി മർദ്ദിച്ചിട്ട് പരാതിയുണ്ട്. അമ്മ പറഞ്ഞത് ഒന്ന് കൈപോലും വയ്ക്കാത്ത മകനെയാണ് ഇങ്ങനെ മർദ്ദിച്ച്, എന്നിട്ട് പരാതി ഉണ്ടോ എന്ന് ചോദിച്ച SI അദ്ദേഹത്തിൻ്റെ ഒരു നീതിബോധമൊക്കെ സ്വാഭാവിക സമ്മതിക്കേണ്ടതാണ്. അദ്ദേഹം തന്നെ തുറന്ന് പറയും, ഇത്രയധികം ക്രൂരമായി മർദ്ദിച്ച ശേഷവും ഒരു ക്രിമിനലിനെതിരെ പരാതി ഉണ്ടോ, സ്വമേധയാ തന്നെ പോലീസ് കേസെടുക്കേണ്ട ഒരു വിഷയമാണ്. എന്നിട്ട് പോലും പരാതി ഉണ്ടോ എന്ന് ചോദിക്കാൻ മനസ്സ് കാണിച്ച ആ SI ആണെന്നാണ് അവർ പറയുന്നത്. SI ആണോ CI ആണോ എന്നൊക്കെ വ്യക്തമാകേണ്ടതുണ്ട്. അയാളുടെ നീതിബോധം കൂടി സർക്കാർ കാണേണ്ടതാണ്. പറഞ്ഞു കേട്ടോ. അല്ല, ഈ എൻ്റെ കുഞ്ഞ് കിടന്നുകൊണ്ട് പറയണം, ഞാൻ കുഞ്ഞാണെന്ന് പറയുമ്പോഴും അവന്മാരെടുത്തിട്ട് ചവിട്ടുമ്പോൾ കുട്ടി കൈ കൊണ്ട് ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് കൈക്ക് ഇത് പറ്റിയത്. അപ്പം നാട്ടുകാരെല്ലാം ആകെ വലഞ്ഞു പോയി. കാരണം ഒരു കുഞ്ഞിനെ എടുത്തിട്ട് ഇടിക്കണോണ്ട് അവരാകെ വയലൻ്റായി. നാട്ടുകാർ വയലൻ്റായപ്പോഴാണ് ഇവർ ഓടിപ്പോയത്. അപ്പോൾ ഇത്രയും സിറ്റുവേഷൻ കാണിച്ച് പോലീസിനും അവിടെ വന്നപ്പോൾ മനസ്സിലായി ആ സിറ്റുവേഷൻ അത്ര ഭീകര അന്തരീക്ഷമാണെന്ന്. മഞ്ചൂർ സ്റ്റേഷനിലുള്ള പോലീസുകാർക്ക് വന്നപ്പോഴും മനസ്സിലായി. അവരുടെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനും എൻ്റെ മകനും ഹോസ്പിറ്റലിൽ പോയി
കൊണ്ടുപോയി അഡ്മിറ്റ് ആയത്. തുടർ ചികിത്സയിലാണ് പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലായത്. കയ്യിൽ പൊട്ടലുണ്ടെന്ന് ചവിട്ടി ഓടിക്കുകയാണ് ചെയ്തത്. വിരൽ പൊട്ടലുണ്ട്, അതുപോലെ മകനും പ്രശ്നങ്ങളുണ്ട്. എല്ലാവർക്കും ബോഡി പെയിനും ഇടിയാണ് അവരുടെ ഇത്. ആയുധങ്ങൾ എടുത്തില്ല, മോനെ ഹെൽമെറ്റ് എന്തൊക്കെ എടുത്തിട്ടാണ് അടിച്ചെന്ന് പറയുന്നു. അങ്ങനെ ആ രീതിയിലുള്ള ആക്രമണം നടന്ന അവസ്ഥ. അച്ഛനെ അടിക്കുന്ന കണ്ടപ്പോഴാണോ മോൻ പോയി ഇടപെടുക? അങ്ങനെയായിരുന്നു മോനെ അടിക്കാൻ കാര്യം എന്തായിരുന്നു? എന്നെ അങ്ങനെ ഒന്നും പറയാതെ അടിച്ച് രണ്ടുപേരും വേഗം ചാടി വന്ന് ഇവിടെ വണ്ടി കൂട്ടുകാരനെ സംസാരിക്കണമെന്ന് കണ്ടുവിടണമെന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ വണ്ടിയിൽ നിന്ന് ചവിട്ടിയിട്ടപ്പോൾ ഞാൻ ഇറങ്ങി. അപ്പോഴത്തേക്ക് വേഗം എന്നെ ആക്രമിക്കാൻ തുടങ്ങി. രണ്ടുപേരും കൂടെ ചേർത്ത് എൻ്റെ കൈ, ഒരാൾ കൈ പിടിച്ച് വെച്ചിട്ട് മറ്റേ മോന്തക്കിട്ട് ചവിട്ടുമായിരുന്നു. അപ്പോഴും വേറെ നാട്ടുകാരൊന്നും ഇവിടെ ഇല്ലായിരുന്നു? എല്ലാവരും ഉണ്ടായിരുന്നു, പക്ഷെ ആരും അങ്ങനെ ഇടപെട്ടില്ല. എല്ലാവരും വിടറാന്ന് പറഞ്ഞു. പക്ഷെ എന്നിട്ട് മോന്തയിലിട്ട് കുറേ തവണ ചവിട്ടി തന്നു. നേരത്തെ കണ്ടിട്ടുണ്ടോ മോൻ? ആദ്യമായിട്ടാണ് ഞാൻ ഇത് കാണുന്ന ഇയാള്. കേസുമായിട്ട് തന്നെ മുന്നോട്ട് ഒരു മാറ്റവും ഇല്ല. അതിൻ്റെ ഏത് തെറ്റം വരെയും പോകാൻ തയ്യാറാണ്. അതെ, എൻ്റെ മോൻ അനുഭവിച്ച ആ ഒരു പീഡനം അവൻ ഇന്നലെ രാത്രി പിച്ചുമ്പയും പറയുമായിരുന്നു. അത്രത്തോളം അവൻ്റെ മാനസികമായിട്ട് അത് ഫീൽ ചെയ്ത്. ആ കുഞ്ഞിൻ്റെ ആ ഒരു ഇത് എനിക്ക് മനസ്സിലാക്കണമല്ലോ. അവൻ ഇനി എത്ര ദിവസം രാത്രിയിലെ ഉറക്കങ്ങളിൽ ഇതൊരു ഭയപ്പാട് അവൻ്റെ മനസ്സിലുണ്ടാവും. അവൻ +2 ഇനി +2 അവൻ ആവുന്നേ ഉള്ളൂ. ഇനി +2 സ്കൂളിൽ ശാന്തിനികേതൻ. അപ്പോൾ ആ കുട്ടിക്കുണ്ടായ ആ മാനസിക അവസ്ഥ മനസ്സിലാക്കണം. എനിക്ക് കിട്ടിയതെങ്കിലും സഹിക്കാം, പക്ഷേ എൻ്റെ മോന് കിട്ടിയത് സഹിക്കാൻ പറ്റാതെ കേസുമായിട്ട് തന്നെ മുന്നോട്ട്. തന്നെയാണല്ലോ. അതെ, ഞാൻ കൈതമുക്കാണ് എൻ്റെ കുടുംബ വീട്. ഇതാണ് അഭിലാഷ്, അവരുടെ ഭീതി, ആ ഭയം ഇപ്പോൾ അവരുടെ മുഖത്ത്, ആ കുട്ടിയുടെ ആയാലും രാജേഷിൻ്റെ ആയാലും ഒക്കെ മുഖത്ത് ആ ഭീതിയുണ്ട്. കാരണം അവർ അത്രയൊന്നും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഒരിക്കലും നേരിട്ടുള്ളവരല്ല. ഇത്തരമൊരു ഗുണ്ടകളെ നേരിട്ട് കണ്ടിട്ടുള്ള ആളൊന്നും ആയിരിക്കില്ല അവർ. പക്ഷേ ഇങ്ങനെ വളരെ സാധാരണ ഒരു ചുറ്റുപാടിൽ ജീവിക്കുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ കുടുംബം, അവരെയാണ് ഈ രീതിയിൽ. തകരപ്പറമ്പ് കുട്ടൻ കൊടും ക്രിമിനലാണ്. അയാൾ നേരത്തെ കൊലക്കേസടക്കം നിരവധി കേസുകളുടെ പ്രതിയാണ്. തലസ്ഥാനത്തെ പ്രധാന ഗുണ്ട സെറ്റപ്പുകളിലൊന്ന് ഇയാളുടേതായിരുന്നു. കഴിഞ്ഞ ഏതാണ്ട് 10-20 വർഷം മുമ്പ് വരെയൊക്കെ വളരെ അധികം ക്രിമിനൽ കേസിൽ പെട്ടിരുന്ന പ്രതിയാണ്. 10-15 വർഷം മുമ്പ് വരെയൊക്കെ, ഏതാണ്ട് കുറച്ചു നാൾ മുമ്പൊക്കെ അത്ര അങ്ങനെ അധികം പിന്നെ പേര് കേൾക്കാതായി പോയ ഒരു ഗുണ്ടയാണ്. പക്ഷേ ഒരു ആറ്റുകാൽ പൊങ്കാല സമയത്ത് ഏതാണ്ട് 3-4 വർഷത്തിനപ്പുറം ഒരു കുത്തുകേസും ഒക്കെ ഇയാളാണെന്ന് ഞാൻ കരുതുന്നു. ഇവിടെ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്ത കേസുണ്ട്. അങ്ങനെ ആ വലിയ രീതിയിൽ ഗുണ്ട പ്രവർത്തനം നടത്തിവന്ന ഒരാളാണ് ഈ തകരപ്പറമ്പ് കുട്ടൻ. തലസ്ഥാനത്ത് കുപ്രസിദ്ധനായ ഗുണ്ടയാണ്. അയാളാണ് ഇത്തരത്തിലൊരു കുടുംബത്തെ ഇങ്ങനെ ഒരു അച്ഛനെയും മകനെയും, അത് +2 വിദ്യാർത്ഥി മാത്രമായ തീർച്ചയായും അവിടെ അരുൺ എന്തായാലും അരുൺ സൂചിപ്പിച്ച ഒന്നുണ്ട്. അരുൺ അവിടെ ചെല്ലുമ്പോൾ ആ കുട്ടിയുടെ അമ്മയുടെ വാക്കുകൾ, കാരണം നമുക്കറിയാമല്ലോ ഇപ്പോൾ കുട്ടികളെ വീട്ടിൽ മർദ്ദിച്ചാൽ പോലും അതിനെതിരെ പരാതിയും നടപടിയുമായി പോകാവുന്ന നിയമ സംവിധാനങ്ങളുള്ള ഒരു രാജ്യമാണ് നമ്മുടേത്. അത്തരം എത്രയോ കേസുകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വീട്ടിൽ കുട്ടി അച്ഛൻ്റെയും അമ്മയുടെയും രക്ഷിതാക്കളുടെ മർദ്ദനത്തിന്. ഇത് പബ്ലിക്കായ ഒരു സ്ഥലത്ത് ഗുണ്ടാ സംഘം, അതും +2 വിദ്യാർത്ഥിയാണ് ആക്രമിക്കുന്നത്. അങ്ങനെ ആക്രമിച്ച് അവിടെ പോലീസ് എത്തിയിട്ട് പരാതിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഈ ഓപ്പറേഷൻ തൂഫാനൊക്കെ ഇങ്ങനെ കൊട്ടിഘോഷിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഈ ഗുണ്ടകളെയൊക്കെ ഭയന്ന് നിങ്ങൾ വേണമെങ്കിൽ ജീവിച്ചുകൊള്ളൂ, പരാതി തന്നാൽ നിങ്ങൾ തൂങ്ങേണ്ടി വരും എന്നൊരു സന്ദേശമാണല്ലോ ഈ പോലീസ് നൽകുന്നത്. പിന്നെ എന്തിനാണ് പോലീസ്? ഇതിപ്പോൾ പോലീസിനെ നമ്മൾ അടച്ചാക്ഷേപിക്കുകയൊന്നുമല്ല. കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന നിരവധിയായ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. പക്ഷേ ഗുണ്ടകൾ ഒരു കുട്ടിയെ മർദ്ദിച്ചാൽ പോലും നിങ്ങൾക്ക് പരാതിയുണ്ടോ എന്ന് ചോദിക്കുന്ന സാഹചര്യം എങ്ങനെയാണ് ഉണ്ടാകുന്നത് അരുൺ? അതുതന്നെയാണ് അഭിലാഷ്. അതിൻ്റെ ഏറ്റവും വലിയ ദുരന്തം അതുതന്നെയാണ്. ഈ പോലീസ് ഉദ്യോഗസ്ഥത്തോളം നീതിബോധമുള്ള ഈ കുട്ടിയുടെ അമ്മ കവിത എന്നോടൊപ്പം ചേർന്നു. ഞാൻ വരുമ്പോഴാണ് ഇവർ ഉദ്യോഗസ്ഥൻ്റെ ഫോൺ അവർക്ക് എന്താണ് പോലീസുകാരൻ പറഞ്ഞത്, SI പറഞ്ഞത്? എന്നോട് ചോദിച്ചു പരാതി ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ ഒരു കൊച്ചു കുട്ടി, മീൻസ് അതിനെ ട്യൂഷൻ കഴിഞ്ഞ് കൊണ്ടുവരുന്ന കുട്ടിയെ ഇങ്ങനെ അടിക്കുമ്പോൾ പരാതി ഉണ്ടാവില്ലേ? അതെന്തെങ്കിലും ചെയ്തിട്ടാണോ? ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് കൊച്ചിനെ വിളിച്ചുകൊണ്ട് വരുന്ന വഴിക്കാണ് ഇതുണ്ടായത്. അപ്പോൾ എന്നോട് ചോദിക്കുവാണ് പരാതി ഉണ്ടോ എന്ന്. അതിന് ചതച്ചരച്ച് അവിടെ ഇട്ടേക്കുവാണ്. അപ്പോൾ പരാതി ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന് പറ്റിയൊരു ക്വസ്റ്റ്യനാണ്. പേര് പറഞ്ഞില്ല, എന്നോട് ചോദിച്ചത് അങ്ങനെയാണ്, പരാതി ഉണ്ടോ എന്ന്. അപ്പോൾ ഞാൻ വാർത്ത വരുന്ന കണ്ടിട്ട് ഇടപെട്ടതായിരിക്കാം. അതെ, വീട്ടിൽ വന്ന് മീൻസ് ഇൻക്വസ്റ്റ് എടുക്കണം. ഇതുവരെ വന്നിട്ടില്ല. വൈകുന്നേരം പരാതി 8:30 മണിക്കാണ് വരുന്നത്. 8:30 മണിക്ക്. അതിനുശേഷം പിന്നെ ഒരു ഇതും ഇല്ലായിരുന്നു. ഇപ്പോഴും വിളിച്ചപ്പോൾ എന്നോട് പറയുവാണ് പരാതി ഉണ്ടോ. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു കൊച്ചു കുട്ടി ഇത്രയും ഉപദ്രവിച്ചിട്ട് പരാതി ഉണ്ടോ എന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതെ, ട്രിവാൻഡ്രം. ഇതിനു മുമ്പ് ഇങ്ങനെ അനുഭവം ഒന്നും ഉണ്ടായിട്ടില്ല.
ആദ്യമായിട്ടാണ്. ഇതാണ് അഭിലാഷ് അവരുടെ അനുഭവം. ഇത്ര ചെറിയൊരു കുട്ടി, പ്ലസ് 2 വിദ്യാർത്ഥി, നമുക്കറിയാം അത്തരമൊരു കുട്ടിയെ അവൻ്റെ അനുഭവം പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. അങ്ങനെ മർദ്ദിച്ചിട്ട് പരാതി ഉണ്ടോ എന്ന് ചോദിക്കുന്ന പോലീസുകാരെ എന്ത് ചെയ്യണമെന്ന് മറുപടി പറയേണ്ടത് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കൂടിയാണ്. സ്വാഭാവികമായും വലിയ മാറ്റം പോലീസിലുണ്ടാകും, എല്ലാ ഗുണ്ടകളെ അമർച്ചയും എല്ലാ കൊള്ളരുമകളും ഇല്ലായ്മ ചെയ്യുമെന്നൊക്കെ പറഞ്ഞു വന്ന സർക്കാരാണ്. സർക്കാർ ഇത് കാണേണ്ടതാണ്. നേരിട്ടത് സർക്കാരിൻ്റെ കുറ്റമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥർ കൂടി സേനയിലുണ്ട്. ഇങ്ങനെയുള്ള ഗുണ്ടകൾ ഇപ്പോഴും തലസ്ഥാനത്തടക്കം സെക്രട്ടേറിയറ്റിൽ നിന്ന് 2 കിലോമീറ്റർ മാത്രം അകലെയുള്ള സ്ഥലമാണ് ഈ ശ്രീകണ്ഠേശ്വരം. ഏറ്റവും അധികം സജീവമായ, എപ്പോഴും രാത്രി പോലും സജീവമായ ഒരു ക്ഷേത്രമുള്ള ഒരു സ്ഥലമാണ്. അതിന് തൊട്ടടുത്താണ് ഈ ആക്രമണം ഉണ്ടായത്. ഇതുവരെ പോലീസ് ഇവരുടെ വീട്ടിൽ എത്തിയിട്ടില്ല. എന്നാൽ ഈ ആക്രമണം ഉണ്ടാകുമ്പോൾ വിളിച്ചു പറഞ്ഞപ്പോൾ പോലീസ് അവിടെ എത്തിയെന്നുള്ളത് വസ്തുതയാണ്. അതിനപ്പുറത്തേക്ക് പ്രതിയെ പിടികൂടാനുള്ള ഒരു ശ്രമവും പോലീസിന്റെ ഭാഗത്തുണ്ടായില്ല. ഈ ആക്രമണം നടന്ന് 12 മണിക്കൂറിന് ശേഷം SIയുടെ സംശയം പരാതിയുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അവിടെയാണ് അതിൻ്റെ ഏറ്റവും സങ്കടകരമായ, ഏറ്റവും കൃത്യവിലോപം നമുക്ക് പറയാവുന്ന കാര്യമുള്ളത്. ഇനിയിപ്പോഴും എന്തിനാണ് ഈ ഗുണ്ടയെ പിടികൂടുന്നതിന് പകരം പരാതി ഉണ്ടോ എന്ന് ഈ കുടുംബത്തോട് ചോദിക്കുന്നത്? അവർ നേരിട്ട് വന്ന് മൊഴിയെടുക്കണം, അതൊക്കെ ഒരു നടപടിക്രമമാണെങ്കിൽ പോലും അതിന് തയ്യാറാകാതെ വീണ്ടും വീട്ടുകാരെ വിളിച്ച് പരാതി ഉണ്ടോ എന്ന് ചോദിക്കാൻ കാണിച്ച ആ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ നീതിബോധത്തിന് വേണം ആദ്യ നടപടിയെടുക്കേണ്ടത്. തീർച്ചയായും അരുൺ സൂചിപ്പിക്കുന്ന പോലെ പരാതി ഉണ്ടോ എന്ന് ചോദിക്കാനല്ല ഇവിടെ പോലീസ് തയ്യാറാകേണ്ടിയിരുന്നത്. പ്രത്യേകിച്ച് പ്ലസ് 2 പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. ആ വിദ്യാർത്ഥിക്ക് ശാരീരികവും മാനസികവുമായി ഉണ്ടായിട്ടുള്ള ക്ഷതം എന്നത് അത്ര നിസ്സാരമല്ല. പ്രത്യേകിച്ച് തടയാൻ പോലും പറ്റാത്ത തരത്തിലുള്ള ഒരു സാഹചര്യം ആ കുട്ടിക്ക് ഉണ്ടാകുന്നു. അത് വലിയ മാനസിക ആഘാതം തന്നെയാണ് ആ കുട്ടിക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അവിടെ പോലീസുകാർ പരാതിയുണ്ടോ എന്നല്ല ചോദിക്കേണ്ടത്, മറിച്ച് നിങ്ങൾ പരാതി നൽകണം, ഞങ്ങൾ ഇതിൽ നടപടി ഉണ്ടാക്കും എന്ന് പറയുന്ന പോലീസ് സംവിധാനമാണ് നമുക്ക് വേണ്ടത്. അവിടുത്തെ CCTV ദൃശ്യങ്ങൾ വേണമെങ്കിൽ പോലീസിന് പരിശോധിക്കാമായിരുന്നു. പ്രദേശവാസികളിൽ നിന്ന് പോലീസിന് വേണമെങ്കിൽ അവരുടെ മൊഴികൾ രേഖപ്പെടുത്താമായിരുന്നു. എന്താണ് സംഭവിച്ചത് എന്നത് പരിശോധിക്കാമായിരുന്നു. ഇപ്പോൾ ഈ കുട്ടൻ എന്ന് പറയുന്ന ഗുണ്ടയും സംഘവും എവിടെയാണ് എന്നത് അടിയന്തരമായി നിരീക്ഷിക്കാമായിരുന്നു. ഇതൊക്കെയാണ് പോലീസിൻ്റെ ഉത്തരവാദിത്വം എന്നിരിക്കെ നിങ്ങൾക്ക് പരാതിയുണ്ടെങ്കിൽ മാത്രം ഞങ്ങൾ അനങ്ങിക്കൊള്ളാം, അതും കഴിയുന്നത്ര നിങ്ങൾ പരാതി ഒഴിവാക്കൂ എന്നൊക്കെ പറഞ്ഞ് സമ്മർദ്ദം ചെലുത്തുന്ന പോലീസിനെ അല്ല ഇന്നത്തെ കേരളത്തിന് ആവശ്യം. അതുതന്നെയാണ് ആഭ്യന്തരമന്ത്രിയുടെ ശ്രദ്ധയിൽ ഞങ്ങൾക്കും പെടുത്താനുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.